ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓർക്കപ്പുറത്ത് ആ പെണ്ണ് വന്ന് കയറി ഈ നാടകം എങ്ങനെ പൊളിയെന്ന് ഞാൻ ഓർത്തോ? എനിക്കതല്ല പേടി. ഈ നടന്ന കാര്യങ്ങളൊക്കെ വർമ്മ സാർ അറിയോ? ആ ഋതികയും രാജുവും ചെന്ന് വർമ്മ സാറിനോട് പറയോ? ഭവതിയോ? ശരി, വേണം വാ, നമുക്ക് പോ. നേരം ഒരുപാടായി. എനിക്ക് നേരെ ഒരുപാടൊന്നും ആയിട്ടില്ല. രാജുനോടൊപ്പം എത്ര നടന്നാലും എനിക്ക് ബോറടിക്കില്ല. രാജു എന്താ ആലോചിക്കുന്നേ? മാഡം, ആ രോഹൻ മാഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാണെന്ന് തൽക്കാലം വർമ്മ സാർ അറിയണ്ട. സാർ അറിഞ്ഞാ അത് വലിയ വിഷമാവും. അവന്റെ മനസ്സിലൊരു അച്ഛനെ അറിയിക്കണ്ടേ രാജു? അതിനൊരു അവസരം വരും. അപ്പോ അതെടുത്ത് നമുക്ക് അവനെതിരെ പ്രയോഗിക്കാം. നീ എന്തിനാണ് പുറത്ത് കിടന്ന് കൂണ്? മുട്ടയിട്ട കോഴി കൊക്കുമ്പലക്കൊക്കെ വന്ന് വേണുട്ടാ, നമ്മുടെ രുക്മിണിയില്ലേ, അവൾ ആശുപത്രിയിലാന്ന്. എന്ത് പറ്റി? ആശുപത്രിയില് എന്ത് കാര്യത്തിന്? ഹാർട്ട് അറ്റാക്ക്. ദൈവമേ, എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോടി? ഞാൻ എങ്ങനെ അറിയാനാ? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ വേറെ റെഡിയാവാൻ നോക്ക്. ശരി. അവിടെ ഇപ്പൊ താലികെട്ടിന്റെ സമയമായിരിക്കും. അതിനിടയ്ക്ക് ഇവരങ്ങോട്ട് ചെന്ന എല്ലാം കുളമാവല്ലോ ഈശ്വര. വിടരുത്. ഇത് കുഴപ്പമാവല്ലോ. എങ്ങനെ തടഞ്ഞേ പറ്റൂ? ഒന്ന് വേഗം പാടില്ലാതെ നമുക്കൊരു ഓട്ടോ പിടിക്കാം. നിന്നെ രണ്ടും കൂടി അങ്ങോട്ട് പോവാ. എടി, നമ്മുടെ രുക്മിണിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാ. എന്നാ പോവണ്ട. ആ സ്ത്രീക്ക് ഹാർട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നേ? എന്തോന്നാടി നീ പറയണത്? അവര് ഹോസ്പിറ്റലിൽ അതിന് അച്ഛനും അമ്മയും അങ്ങോട്ട് പോകുന്ന എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. മോളെ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ അയൽവക്കക്കാരല്ലേ അവര്? അതെ, എത്ര കാലായിട്ടുള്ള ബന്ധം. അങ്ങനെ അവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത് ഒന്നുമല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന വീട് അവരുടേതല്ലേടി. ഔദാര്യത്തിനൊന്നും അല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്. വാടക കൊടുത്തിട്ടല്ലേ? നീ എന്തടി ഇങ്ങനെ മനുഷ്യ പറ്റില്ലാതെ സംസാരിക്കണത്? അവര് ചെറിയ ഉപദ്രവമല്ലോ ആണോ നമ്മളോട് ചെയ്തിരിക്കുന്നേ? പക്ഷെ ഒരു ആപത്ത് വരുമ്പോഴാണോ ഇതൊക്കെ ഓർക്കുന്നേ? എടേ, മനുഷ്യനായ ചിലത് മറക്കാനും പൊറുക്കാനും ശീലിക്കണം. ആരോടും പകയും വൈരാഗ്യമൊന്നും വെച്ചേക്കരുത്. ഇവിടെ അങ്ങനെയൊക്കെ പറയും. നീ വാടി, നമുക്ക് പോവാം. എന്റെ അച്ഛനെയും അമ്മയും ആ സ്ത്രീ പലതവണ നാണം കെടുത്തിയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോവണ്ട, ഞാൻ വിടില്ല. മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിഞ്ഞു. താലികെട്ടും കല്യാണം എല്ലാം സ്വാഹ. ഈ ഹാർട്ട് അറ്റാക്ക് അഭ്യാസമല്ല ഇങ്ങനെ 8 നില പൊട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാര്യം ജന്മനാ തരയുടെയാണെങ്കിലും രുക്മിണി ചേച്ചിയുടെ തരികിടയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. മതി കളിയാക്കിയത്. ഓർക്കപ്പുറത്ത് ആ പെണ്ണ് വന്ന് കയറി ഈ നാടകം എങ്ങനെ പൊളിയെന്ന് ഞാൻ ഓർത്തോ? എനിക്കതല്ല പേടി. ഈ നടന്ന കാര്യങ്ങളൊക്കെ വർമ്മ സാർ അറിയോ? ആ ഋതികയും രാജുവും ചെന്ന് വർമ്മ സാറിനോട് പറയോ? ഉറപ്പായും രാജു എന്നത് പ്രിയയുടെ അച്ഛനോടും അമ്മയോടും പറയും. ഞാൻ അവരെ മുഖത്ത് എങ്ങനെയാണ് നോക്കും. എന്റെ അമ്മായിച്ചന്റെ ഒരുമാതിരി ആക്കിയുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ അയാളെ കളിയാക്കല് കേൾക്കുമ്പോഴേ. എന്തായാലും ആകാശം ഇടിഞ്ഞു വീണില്ല, സുനാമിയും വന്നില്ല.
രാജുവിന്റെയും കല്യാണം ഒരിക്കൽ കൂടി ഒന്ന് മുടങ്ങി. അതിന് മുഹൂർത്തമായിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. ഓ അതല്ല വർമ്മ സാറ് ആ അതൊക്കെ വരട്ടമ്മേ, എന്തായാലും നമുക്ക് നോക്കാം. എന്താ? ഹേയ് ഒന്നുമില്ല. നീ ഇങ്ങനെ ഞങ്ങളെ തടയിലടി മോളെ. ഒരാൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോവാൻ പോയത്. അത് നെഞ്ചുവേദന. നെഞ്ചുവേദന എന്ന് പറഞ്ഞാ ഹാർട്ട് അറ്റാക്ക് തന്നെയാ. കഷ്ടകാലത്തിന് ആ രുക്മിണിയെ ഇനി ജീവനോടെ കാണാൻ പറ്റാതെ വന്നാലോ? ഏയ്, അവര് കാക്കയുടെ ജന്മമാ. കരണ്ട് അടിക്കണം അവര് ചാകണമെങ്കിൽ. ഓരോന്ന് പറഞ്ഞു വഴി മുടക്കി നിൽക്കാതെ അങ്ങോട്ട് മാറുവച്ചേ. ഞങ്ങക്ക് പോണം. വേണോട്ടും വന്നേ. അവര് നമ്മുടെ ശത്രു തന്നെ. നിങ്ങൾ പോവണ്ട. ഇതെന്താ പണ്ടെങ്ങും ഇല്ലാത്ത പോലെ നിനക്കൊരു വാശി? നീ ഇങ്ങനെയുള്ളവളൊന്നും അല്ലല്ലോ. എടി മോളെ, അയലത്തെ ബന്ധുവിനേക്കാളേറെ അടുത്തുള്ള ശത്രുവാണ് ഏറ്റവും വലിയ മിത്രം. അത് നീ മാറ്, ഞങ്ങളൊന്ന് കാണട്ടെ. അവരും എല്ലാം ഐസിയിലായിരിക്കും. മാറിയാണ് മറിക്ക് വേണോട്ടാ. കല്യാണം നടന്നില്ലേ? അല്ല, രുക്മിണിയല്ലേ ഇത്? ഞങ്ങള് ആശുപത്രിയിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. വരായിരുന്നു നന്നായി. കൊറോണക്കാരുടെ പേരളിയാ ഹോസ്പിറ്റലിൽ. അല്ല, രുക്മിണിക്ക് രുക്മിണി ചേച്ചി ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഗ്യാസ് ആയിരുന്നു. അത് ഈ ചക്രവാത ചുഴി പോലെ രൂപം കൊണ്ട് ശിരസിലേക്ക് ആഞ്ഞു വീശിയത്. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോ അതങ്ങ് മാറി. ഞങ്ങളങ്ങ് പേടിച്ചുപോയി. ഞാനും പേടിച്ചുപോയി. തട്ടിപ്പോന്ന് തന്നെയാ ഞാനും കരുതിയേ. അതായിരുന്നു നല്ലത്. മരണത്തിലൊന്നും എനിക്ക് പേടിയില്ല, പക്ഷെ പേടിച്ചു. ഇന്ന് രണ്ടുപേർക്കേ ഞാൻ പലിശയ്ക്ക് കാശ് കടം കൊടുത്തിരുന്നു. അവരുടെ പേരൊന്നും ഞാൻ ബുക്കിൽ എഴുതിയില്ല. അത് രാജു കണങ്ങിട്ട് വന്നായിരുന്നോ പ്രിയ? ഇല്ല. യു